സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോകാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഇസ്രായേൽ സന്ദർശനം വരികയാണ്. ഫെബ്രുവരി 25, 26 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുമെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ സർക്കാർ ഈ സന്ദർശനത്തിന് വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകൾ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ പ്രതിരോധ സഹകരണ സംഭവങ്ങളുമെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ മോദി ബുധനാഴ്ച മുതൽ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. വെടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഊക്കൻ വെടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. പ്രധാനമന്ത്രി മോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് മുമ്പ് നെതന്യാഹുവിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാന് നെതന്യാഹു ഒരു പേരിട്ടിട്ടുണ്ട്. ഈ മാസ്റ്റർ പ്ലാൻ കണ്ട് പാകിസ്ഥാന്റെ സുഹൃത്തും നമ്മുടെ ശത്രുവുമായിട്ടുള്ള ഈ തുർക്കി ഞെട്ടി വിറച്ചിരിക്കുകയാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമ്മളല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, ഇത് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോദിയുടെ വരവിന് മുന്നോടിയായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ പവർ ബ്ലോക്ക് സൃഷ്ടിക്കപ്പെടാനുള്ള, അത് സൃഷ്ടിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് അത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നെതന്യാഹു. അത് നെതന്യാഹുവിന്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അതിന് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ഇപ്പൊ ഇറാനും ഇസ്രായേലുമായിട്ട് അത്ര നല്ല കൂട്ടിലല്ല, നമ്മളാണെങ്കിൽ നല്ല കൂട്ടിലുമാണ്. ഇറാനും ഇന്ത്യയുമായിട്ട് നല്ല കൂട്ടിലുമാണ്. എന്തായാലും ഈ ബ്ലൂ പ്രിന്റ് കയ്യിൽ വെച്ചിട്ടാണ് ഇന്ത്യയെ വിളിക്കുന്നത്. ഇന്ത്യക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഈ 6 കക്ഷി സഖ്യത്തിന് നെതന്യാഹു ഒരു പേരിട്ടിട്ടുണ്ട്, ഹെക്സഗൺ എന്നാണ് അതിന് നെതന്യാഹു പേരിട്ടിരിക്കുന്നത്. തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരെ പോരാടുന്ന ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തമായിട്ടുള്ള വേദി സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യക്കും ഇസ്രായേലിനും പുറമെ സുരക്ഷ മുതൽ വ്യാപാരം വരെയുള്ള എല്ലാ മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഗ്രീസ്, സൈപ്രസ്, അറബ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവ ഈ സഖ്യത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തുർക്കിക്കും ചൈനയ്ക്കുമാണ് ഇതിൽ തന്ത്രപ്രധാനമായിട്ടുള്ള തിരിച്ചടി കിട്ടുക എന്ന് പറയുന്നു. ഈ ഷഡ്ഭുജ സഖ്യം തുർക്കിക്ക് വലിയൊരു തന്ത്രപ്രധാനമായിട്ടുള്ള പ്രഹരമായി മാറിയേക്കാമെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. മെഡിറ്ററേനിയനിലെ എണ്ണവാതക ശേഖരം കൈവശപ്പെടുത്താൻ വളരെ കാലമായി ശ്രമിച്ചുകൊണ്ടിരുന്ന തുർക്കിയെ തടയാൻ ഗ്രീസിന്റെയും സൈപ്രസിന്റെയും സാന്നിധ്യം ഈ സഖ്യത്തിൽ നിർണായകമാണ്. കശ്മീർ വിഷയത്തിൽ തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾക്കും ഇസ്രായേലിനെതിരായ ഭീഷണികൾക്കും മറുപടി നൽകാൻ ഇന്ത്യയും ഇസ്രായേലും ഇപ്പോൾ തുർക്കിയുടെ ബദ്ധവൈരികളുമായി കൈകോർക്കുന്നു. മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് യൂറോപ്പിലേക്ക് പോകുന്ന പുതിയ വ്യാപാരപാത തുർക്കിയെ മറികടക്കും. ഇത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തുമെന്ന് അവർക്ക് വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്തായാലും ഇത് ഇന്ത്യയുടെ ആഗോള സൂപ്പർ പവറിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം, ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്പിലേക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു പാത ഉണ്ടല്ലോ. ഇത് ചൈനയുടെ 1 ബെൽറ്റ് 1 റോഡ് പദ്ധതിയെ പരാജയപ്പെടുത്തും. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. നമ്മൾ ഏറ്റവും വലുതായിട്ട് നമ്മൾ കാണുന്ന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി, അതിനെ പരാജയപ്പെടുത്തുന്ന ഇന്ത്യയുടെ പദ്ധതി വരികയാണ്. നമുക്കറിയാം, താഴെ ചൈനയുടെ 80% ട്രേഡും കടന്നു പോകുന്ന മിഡിൽ ഈസ്റ്റ്, ഇത് അക്കില്ലസ് ഹീൽ ഉണ്ട് അവിടെ, മലാക്ക സ്ട്രെയിറ്റ്. ആ സ്ട്രെയിറ്റിനെ മറികടക്കാനാണ്, ആ സ്ട്രെയിറ്റിന്റെ കഴുത്തിൽ ഇന്ത്യ കുത്തിപ്പിടിച്ചാൽ ചൈന തകരും. അതിനെ മറികടക്കാൻ ബെൽറ്റ് ആൻഡ് റോഡ് കൊണ്ടുവന്നു. ഇപ്പൊ ബെൽറ്റ് ആൻഡ് റോഡിനെ മറികടക്കുന്ന വലിയൊരു തകർപ്പൻ സഖ്യവുമായിട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ ആ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നിരുന്നാലും പല ആൾക്കാരും പറയുന്നുണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. പല അറബ് രാജ്യങ്ങളോടും ആഭിമുഖ്യം പുലർത്തുന്ന ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും പാർലമെന്റിലെ പ്രസംഗം, യാദ് വാഷേം സന്ദർശനം, പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ടെങ്കിലും അതിൽ നമ്മൾ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഹെക്സഗൺ. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഇത്തവണ കൈകോർക്കുമ്പോൾ അത് ചരിത്രം സൃഷ്ടിക്കും. കാരണം മോദിയുടെ 11ാമത്തെ വർഷമാണിത്. അപ്പോ ഇനി നമ്മൾ ആ ഒരു വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പിലേക്ക് കടന്നേ പറ്റൂ എന്നാണ് നമ്മുടെ രാജ്യത്തുള്ള പല ആൾക്കാരും പറയുന്നത്. ഈ കടക്കാനായിട്ട് പോകുമ്പോൾ ഈ ഇറാനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലൊക്കെ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ചൈനയ്ക്ക് നമ്മൾ എന്ത് തിരിച്ചടിയാണ് നൽകാൻ സാധ്യതയുള്ളത്? ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് വികസിക്കാൻ പോവുകയാണെന്നാണ്. എന്താണ് തോന്നുന്നത്? ഇത് ഈ കഴിഞ്ഞ G20 ഉച്ചകോടിയിൽ നടന്നപ്പോൾ, ഇന്ത്യയിൽ വെച്ചായിരുന്നു അതിന്റെ മീറ്റിംഗ് നടന്നപ്പോൾ, ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന്റെ സമാപനത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. മിഡിൽ ഈസ്റ്റ് വഴി ഗ്രീസിലെത്തുന്ന ഒരു പാതയെക്കുറിച്ച്. നമ്മളൊരു പാത തുറക്കുകയാണ്, ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് അത് മിഡിൽ ഈസ്റ്റിലൂടെ കടന്ന് ഈ പറയുന്ന ഗ്രീസിൽ എത്തി അവസാനിച്ച് യൂറോപ്പിലേക്ക് എത്തുന്ന, യൂറോപ്പിന്റെ കവാടത്തിലേക്ക് അത് എത്തുന്നു, പിന്നെ യൂറോപ്പിലേക്ക് അത് നീങ്ങുന്നു എന്നുള്ളവ. അതിനിടയിൽ വരുന്ന ഒരു സ്ഥലം ഇറാനും കൂടെ ഉണ്ട്.
നമ്മുടെ ഈ ചബാർ തുറമുഖം കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ പാത അന്ന്, അതായത് റോഡ്, റെയിൽ, കപ്പൽ, ഇത് മൂന്നും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാതയാണ്. അത് ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയെ തകർക്കുന്ന ഒരു പാത തന്നെയാണ്. ഈ സൗദി ഒക്കെ അത് വളരെ ഇൻട്രസ്റ്റഡ് ആണ്, അവിടുത്തെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ തന്നെ. ഇത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്, G20 രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നതാണ്. പിന്നെ അത് പിന്നോക്കം പോയോ എന്ന് ചോദിച്ചാൽ നിലവിൽ ഇത് പുതിയ റോഡൊന്നും പണിയേണ്ട ആവശ്യമില്ല. കാരണം ഉള്ള റൂട്ടാണത്. ആ റൂട്ട് ഒരു ഒറ്റ ചെയിനിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഇറാൻ അമേരിക്ക യുദ്ധം വരികയും ഈ ചബ്ബാർ തുറമുഖം ആകപ്പാടെ ഒന്ന് ആടി വലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. അങ്ങനെ അത് ബ്രേക്കായി, എല്ലായിടവും അത് ബ്ലോക്കായി തുടങ്ങി. ഇതിനോട് അനുബന്ധിച്ചൊരു കാര്യം ഇവിടെ വളരെ കൗതുകകരമായി പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഗ്രീസും സൈപ്രസും ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? തുർക്കിയുടെ ഡ്രോണുകളെ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് തകർത്തില്ലേ, ആ മിസൈലുകളും മറ്റുമാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. അതിന് അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ തുർക്കിയുടെ ആയുധങ്ങളെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ആയുധങ്ങൾക്കാണ് ഇപ്പോൾ ഗ്രീസും സൈപ്രസും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇന്ത്യയുടേതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആയുധം. കാരണം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. കാരണം ഒരു യുദ്ധമുഖത്ത് തുർക്കി ഉപയോഗിച്ച ആയുധങ്ങളെ ഇന്ത്യയുടെ ആയുധം പരാജയപ്പെടുത്തുന്ന പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യിച്ചു കഴിഞ്ഞല്ലോ ആയുധത്തിന്റെ. ഇനി അതിന്റെ ഗുണമേന്മയൊന്നും പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം ആയുധങ്ങൾ ഒരുപാട് ഇപ്പോൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധമാകെ വഷളായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, തുർക്കിക്ക് അമേരിക്ക, നാറ്റോ സഖ്യം ഇനി പഴയതുപോലെ പിന്തുണ കൊടുക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ തന്നെ നാറ്റോ സഖ്യത്തിനകത്ത് തന്നെ ഒരുപാട് വലിയ വിള്ളലുകളാണ്. പിന്നെ ട്രംപ് ആയതുകൊണ്ട് പിന്തുണയ്ക്കുമോ പിൻവലിക്കുമോ എന്നൊന്നും പറയാനും പറ്റില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. നമ്മളൊരു ത്രികക്ഷി സഖ്യം രൂപപ്പെടുത്തുന്നു, അതില് UAE, ഇന്ത്യ, ഇസ്രായേൽ എന്നൊരു ബന്ധത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ തന്നെ തലക്കെട്ടിട്ടുകൊണ്ടാണ് ആ വാർത്ത ഇവിടെ ചെയ്തിരുന്നത്. ഒരു 1-1.5 ആഴ്ചയായിട്ടുണ്ടാകും. കാരണം ഇസ്രായേലുമായിട്ട് മിഡിൽ ഈസ്റ്റ് ഏറ്റവും കൂടുതൽ ബന്ധം ഉള്ള ഒരു രാജ്യം UAE ആണ്. അവരുടെ ബന്ധം ഇപ്പോഴും ഉലഞ്ഞിട്ടില്ല. ഇന്ത്യയും UAEയും തമ്മിൽ നമ്മൾ ആ വാർത്ത ചെയ്ത സമയം കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ UAE ഭരണാധികാരി ഒരു 3 മണിക്കൂർ സമയത്തേക്ക് ഇന്ത്യ വിസിറ്റ് ചെയ്ത ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു വലിയ സംഭവം തന്നെയാണ് അത്. കേവലം 3 മണിക്കൂർ നേരത്തേക്ക് പെട്ടെന്ന് ദുബായ് ഭരണാധികാരി ഇവിടെ പറന്നിറങ്ങുന്നു. നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ വസതിയിൽ ചർച്ച നടത്തുന്നു. എന്താണ് ചർച്ചാ കാര്യങ്ങളൊന്നും നമുക്ക് പിന്നീട് അറിഞ്ഞില്ല. പോയതിന്റെ പിറ്റേ ദിവസം നമ്മൾ കണ്ട കാഴ്ച, ഇസ്ലാമാബാദിനുള്ള സഹായം എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു തരണമെന്നും കൂടി, ഒരു $2 ബില്യൺ ഉണ്ട്, അത് പെട്ടെന്ന് തിരിച്ചടച്ചേക്കണമെന്നും കൂടെ ഒരു വാക്കുകൂടെ പറയുകയുണ്ടായി. ഇതാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതിങ്ങനെയും കൂടെ ഉണ്ട്. ഇതിനിടയിൽ ശ്രദ്ധേയമായൊരു കാര്യം, ഈ ലഷ്കർ-എ തോയ്ബ കണക്കുള്ള സംഘടനകളെ ഇന്ത്യ വിരുദ്ധ സംഘടനകളാണ്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളാണ്, ഇന്ത്യയെ തകർക്കാൻ നടക്കുന്ന സംഘടന. ഈ സംഘടനകളെ ഭീകര സംഘടനയായിട്ട് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യക്കെതിരെ വരുന്ന ജെയ്ഷെ മുഹമ്മദിനെയും ലഷ്കർ-എ തോയ്ബയും അവര് ഇസ്രായേല് ഭീകര സംഘടനയാണ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഈ അടുത്ത കാലത്തായി ഇന്ത്യക്ക് ലക്ഷ്യം വെക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ്. ഈ സംഘടനയെ നിങ്ങൾ ഭീകര സംഘടനയുടെ ലിസ്റ്റിൽപ്പെടുത്തണമെന്ന് ഇസ്രായേൽ നിരന്തരം ഇന്ത്യയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നതാണ്. നിലവിൽ നമ്മളിപ്പോൾ ഒരു സംഘടനയെ ഭീകരവാദ പട്ടികയിലേക്ക് പെടുത്താൻ ഇടയാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അതിന് ചില റീസൺസ് നമുക്ക് അനിവാര്യമാണ്. അതായത് ഈ ഹമാസ് ഒരു എലിമെന്റ് ഉണ്ട്. ഈ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ, പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊലയിൽ ഒക്കെ ഈ ഹമാസ് മോഡലിലാണ് നടന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഹമാസിന്റെ ഒരു പങ്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ നിരോധിത പട്ടികയിലേക്ക് ഏർപ്പെടുത്താത്തത്. അതായത് നമ്മളൊരു ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കാത്തൊരു കാര്യം. ഒരു പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിന്റെ മുന്നോടിയായിട്ട് കൂടി വേണം നമ്മൾ ഈ യാത്രയെ കാണാൻ എന്ന് കരുതി അവിടെ വെച്ച് പ്രഖ്യാപിക്കുമെന്നുള്ളതല്ല. അവിടെ ഇവർ തമ്മിൽ ഒരു ടൈപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോ 8 രാജ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇന്ത്യയും ഇസ്രായേലുമായിട്ട് ടൈപ്പ്, ഇതിന്റെ ചർച്ചകൾ വർഷങ്ങളായി നടന്നു. നരേന്ദ്രമോദി കയറിയപ്പോൾ പോലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്കും ഇസ്രായേലിനും കോമൺ ആയിട്ട് ചില ശത്രുക്കളുണ്ട്. അതായത് ഭീകര സംഘടനകളുണ്ട്. ലഷ്കർ-എ തോയ്ബ ഉണ്ട്, ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്, ഹമാസ് ഉണ്ട്. ഈ സംഘടനകൾ ഇപ്പോൾ ഇന്ത്യക്കും തലവേദനയാണ്. ഇന്ത്യക്ക് തലവേദനയായിരുന്നു നേരത്തെ ആദ്യത്തെ രണ്ട് സംഘടന, ഞാൻ ആദ്യം പറഞ്ഞ 2 സംഘടനകൾ നേരത്തെ മുതൽ. ഇപ്പൊ ഹമാസും ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനും തുർക്കിയും കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഹമാസ് ഇപ്പോൾ പുതിയ അവരുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ ഖത്തറിലൊന്നും വലിയ സാധ്യതകളില്ല. അപ്പം അതുകൊണ്ട് നേരെ ഇപ്പോൾ ഈ പറയുന്ന തുർക്കിയെ കേന്ദ്രമാക്കിക്കൊണ്ടാണ്, അവിടെയാണ് ഇപ്പൊ ഹെഡ് ഓഫീസ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലാണ് ഇപ്പൊ ട്രെയിനിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ അത് ഇന്ത്യയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഒന്നിച്ചൊരു അറ്റാക്കിന് അവരുടെ ഒരു ശ്രമം അത് നേരത്തെ തന്നെ അവർ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി. ഇതിനകത്തേക്ക് ഈ പറയുന്ന രാജ്യങ്ങളെ, ഈ മിഡിൽ ഈസ്റ്റിലുള്ള, അതായത് പശ്ചിമേഷ്യയുള്ള രാജ്യങ്ങൾ, കാരണം എല്ലാവരും ഈ ഭീകരവാദത്തിന്റെ ഇരകൾ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ആരും സുരക്ഷിതരല്ല ഈ ലോകത്ത്. അപ്പം അവരെ എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സഖ്യം, ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇത് ആകെ വിപുലമായിട്ടൊരു സഖ്യമായിട്ടൊന്നും വരുമെന്ന് തോന്നുന്നില്ലെങ്കിൽ പോലും കുറഞ്ഞ പക്ഷം ഇന്ത്യ, ഇസ്രായേൽ, UAE അതിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ. കാരണം ഇന്ത്യയെ സംബന്ധിച്ചും ഇപ്പോൾ ഇത്തരത്തിലൊരു ജോയിന്റ് നീക്കം അനിവാര്യമാണ്. കാരണം നമ്മുടെ ശത്രു ഇപ്പോൾ പാകിസ്ഥാൻ മാത്രമല്ല, തുർക്കിയും നമ്മുടെ ഒരു ശത്രുവായി വന്നിരിക്കുന്നു. ഈ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് തുർക്കിയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ആകെ വഷളായിരിക്കുന്നു. തുർക്കിയും സൈപ്രസും
തുർക്കിയും ഗ്രീസും, അതായത് തുർക്കിക്ക് 4 വശവും, അതായത് 3 ഭാഗവും, സൈപ്രസ്, ഗ്രീസ്, ഇസ്രായേൽ ശത്രുവാണ്. ഇത് കൂടാതെ ഇന്ത്യയും ശത്രുവാണ്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കരാറിന്റെ ഭാഗത്തേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന്, ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേസർ അയൺ ഡോം ഉണ്ട്, ലേസർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു അയൺ ഡോം. അതിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ നമ്മളും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇവിടെ വികസിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായിട്ട് ഇന്ത്യയിൽ നിന്ന് 32 ആയുധ കമ്പനികൾ ഇസ്രായേലിൽ എത്തിയിരുന്നു. അവിടുത്തെ 29 കമ്പനികളുമായിട്ട് ചർച്ച ചെയ്തിരുന്നു, ആയുധ കമ്പനികളുമായി ചർച്ച ചെയ്ത കരാറുകൾ എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് കൂടുതലായി വാങ്ങിക്കൂട്ടുന്ന ആയുധങ്ങൾ കൂടുതലും ലേസറാണ്, ലേസർ ബീമുകൾ, അതുപോലെ തന്നെ ലേസർ ബാലിസ്റ്റിക് മിസൈലുകൾ. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും അത് ഇന്ത്യയിൽ നിർമ്മിക്കുകയാണ്. ഇത് ബെഞ്ചമിൻ നെതന്യാഹു വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഒരാഴ്ചക്ക് മുമ്പ് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഇതുവരെ നമ്മൾ അമേരിക്കയുമായി ചേർന്നുകൊണ്ടായിരുന്നു നമ്മുടെ ടെക്നോളജിയും അമേരിക്കയായിരുന്നത് നിർമ്മിച്ചുകൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മളെ അടുത്തേക്ക് മറ്റൊരു വലിയ രാജ്യം വരികയാണ്, വലിയ ശക്തനായ രാജ്യം, ലോകത്തെ ശക്തനായ ഭരണാധികാരി ഇസ്രായേലിലേക്ക് വരുന്നു, നമ്മളുമായി ടൈപ്പ് ആകാൻ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ കൂടെ അവർ നിർമ്മിക്കുകയാണ് അവരുടെ ആയുധം. നേരത്തെ തന്നെ അത് നിർമ്മിക്കുന്നു, അദാനിയും ടാറ്റയും ഒക്കെ ഇസ്രായേലിന്റെ ആയുധങ്ങൾ ഇവിടെ സംയുക്തമായി നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ അദ്ദേഹം ഈ പറഞ്ഞ ഈ സഖ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മോദിയുമായി തനക്ക് വളരെ അടുത്ത ബന്ധമുള്ള, തന്റെ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു സുഹൃത്താണ് വരുന്നത് എന്നുകൂടി പറഞ്ഞു. അപ്പൊ നാളെ പോകുന്ന ഒരു അദ്ദേഹത്തിന്റെ മീറ്റിംഗ് 2 ദിവസം 25-26 നടക്കുന്ന സന്ദർശനത്തില് നാളെ പോകുന്നു എന്ന് പറയുമ്പോഴത്തേനും ഇന്ന് പോകുന്ന ഇന്ന് 24, അതായത് 25-26 നടക്കുന്ന ആ ഒരു ഇതില് അദ്ദേഹം ഈ ജൂത വംശഹത്യ നടന്ന ഇടങ്ങളിലും, ജൂതന്മാരെ കൊലപ്പെടുത്തിയ ഇടങ്ങളിലും, ഒപ്പം തന്നെ അവരെ തടവിലാക്കിയ ഇടങ്ങളിലുമൊക്കെ നരേന്ദ്രമോദി സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരു വ്യക്തമായ സന്ദേശം തന്നെയായിരിക്കും ഭീകരതയ്ക്കെതിരെ നൽകുന്നത്. കാരണം ജൂതന്മാരുടെ ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. 2017 ശ്രീമാൻ നരേന്ദ്രമോദി ഇസ്രായേലിൽ എത്തുമ്പോഴും അവരുടെ ഈ രക്തസാക്ഷി മണ്ഡപങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളിലും ഒക്കെ പോവുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അവർക്ക് എന്താണ് അനുശോചനം രേഖപ്പെടുത്തുന്ന ചടങ്ങുകളിലും ഒക്കെ പങ്കെടുത്തു. ഇത്തവണയും അത് ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇത്തവണ അത് പോകുമ്പോൾ അതിന് ഈ പറയുന്ന കരാറുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കാരണം ഈ ജൂതന്മാരെ കൊലപ്പെടുത്തിയ ഇടത്ത് നരേന്ദ്രമോദി ചെല്ലുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ കരാറിന്റെ പ്രസക്തിയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതൊരു വലിയ വാർത്ത തന്നെയാണ്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇതുവരെ ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിട്ടില്ല. നരേന്ദ്രമോദി ആദ്യമായിട്ടല്ല ഒരു പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നു. ഒരുപാട് രാജ്യങ്ങളിലെ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇസ്രായേൽ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. അവിടെ വെച്ച് ചില ഈ പറയുന്ന ആയുധ കരാർ ഉൾപ്പെടെ ഉള്ളതിന്റെ ഒരു പരോക്ഷ സൂചന നൽകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇപ്പൊ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 66,000 കോടി രൂപയുടെ ഒരു കരാർ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മളുടെ ഏറ്റവും വലിയൊരു ഡ്രീം പ്രൊജക്ട്, ഇസ്രായേലിന്റെ വലിയൊരു ഡ്രീം പ്രൊജക്ട് ഉണ്ട്. ഇസ്രായേലിന്റെ ഡ്രീം പ്രൊജക്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലേസർ അധിഷ്ഠിതമായ അയൺ ഡോം അവർ ഉണ്ടാക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഡ്രീം പ്രൊജക്ട് ആണ് സുദർശന ചക്ര. അതിന് രണ്ടിനും കൂടെ സംയുക്തമായിട്ട് ഇസ്രായേൽ സഹായം, നിലവിൽ 5 രാജ്യങ്ങളുടെ ആയുധങ്ങൾ കൂടി കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാം. ഇത് ചൈനയ്ക്കും ഭയപ്പെടുന്ന ഒന്നാണ്. കാരണം S-400 പാകിസ്ഥാന്റെ പ്രതിരോധം തീർക്കാനുള്ളതാണെങ്കിൽ ഇത്തരം ഒരു സുദർശന ചക്ര വരുന്നത് ഇന്ത്യയുടെ ഉൾനാടൻ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശം പോലെയുള്ള, സിക്കിം പോലെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സുദർശന ചക്ര നമ്മൾ കൂടുതലായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ കൂടെ വരുന്നു. പിന്നെ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചത് ഈ റോഡ്, ബെൽറ്റ് ആൻഡ് റോഡിന് ബദലായിക്കൊണ്ടുള്ള ആ ഒരു പദ്ധതി, അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അത് വീണ്ടും ചൂട് പിടിക്കുന്നു. പക്ഷെ അത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എത്രത്തോളം മുമ്പോട്ട് പോകുമെന്ന് അറിയില്ല. കാരണം ഈ ഇറാൻ അമേരിക്കയൊക്കെ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം ആക്റ്റീവായിട്ട് പോകുമെന്ന് അറിയില്ല. പക്ഷെ എങ്കിലും അതിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പോലെയല്ല. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ റോഡ് പണിയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ ഈ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇവരെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഒരു പാതയ്ക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നിലവിലുള്ള പാതകളാണ്, കപ്പൽ പാതയായാലും റോഡ്, റെയിൽ പാതകൾ. അപ്പൊ ഈ സൗദി അറേബ്യ ഒരു കരാറന്ന് ഇന്ത്യയെ ഒപ്പുവെക്കാൻ പോകുന്നു എന്ന് കേട്ടിരുന്നു. അതായത് സൗദി അറേബ്യയിലെ റെയിൽ പദ്ധതി ഇന്ത്യൻ കമ്പനികൾക്ക് നൽകാൻ പോകുന്നു എന്നൊക്കെ അന്ന് കേട്ടിരുന്നു. അപ്പൊ ഏതായാലും ഈ കരാറ് ഒരു വലിയ പ്രഖ്യാപനം തന്നെയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും. കാരണം ഈ ഹമാസിനെയും ഭീകരന്മാരെയും ഒക്കെ തീർക്കുന്നതിൽ വിദഗ്ധരായിട്ടുള്ള ഇസ്രായേലും ഇപ്പോൾ അതിലും വിദഗ്ധരായിട്ടുള്ള ഒരു ഇന്ത്യയുമായി കൈകോർക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അത്ര ശുഭകരമായ ഒരു അവസ്ഥയിലേക്കല്ല. പക്ഷെ ഒരു സംയുക്ത സൈനിക കരാർ ഉണ്ടാകാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല. അതായത് ഈ രാജ്യത്തെ ആക്രമിച്ച് ഞങ്ങൾ വരുമെന്നോ അങ്ങോട്ടില്ല. പക്ഷെ ചില ഓപ്പറേഷനുകളിൽ സംയുക്തമായി നടക്കാനുള്ള സാധ്യതകൾ കൂടും. ഓപ്പറേഷൻ പങ്കെടുക്കുന്നതും യുദ്ധമുഖത്ത് പങ്കെടുക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ സംയുക്ത ഓപ്പറേഷൻ സാധ്യതകൾ വളരെ കൂടുതലും ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.